കനകത്തിന്റെ കഥ കേട്ട് സാറ് ടെൻഷൻ ആയില്ലേ? അതുകൊണ്ട് ഒരു മസാലക്കഥ ഇട്ടതാ സാറേ. എടോ അതൊക്കെ പിന്നാകാം സാറേ. ആദ്യം കനകത്തിന്റെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് എല്ലാരും കൊല്ലുന്നതൊക്കെ പറ. സാറേ, കൊടുങ്ങല്ലൂർ കനകത്തിന് ഒരു ലക്ഷ്യമുണ്ട് സാറേ. ഇത്രയും നാളും ഭൂമിയിലായിരുന്നു അവളുടെ ബിസിനസ്. ഇപ്പൊ വെള്ളത്തിലിറങ്ങി ബിസിനസ് നടത്തണമെന്നൊരു മോഹം. എന്താ വെള്ളത്തിന് മുകളിൽ കെട്ടിടം ഉണ്ടാക്കി വിൽക്കാൻ പോവാണോ? അത് ഞാൻ ചോദിച്ചിട്ട് പറയാം. ആദ്യം നടന്നു പറയടോ. ഓരോ വർഷവും 100 കോടിക്കുള്ള ബിസിനസ്സായി പോർട്ടിൽ നടക്കുന്നത്. സ്വർണ്ണ ഖനിയുണ്ട് ഇവിടെ. ഈ കോൺട്രാക്ടിന് വേണ്ടിയാ വർഷങ്ങളായി എന്റെ ചേച്ചി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കനകൻ ചേച്ചി ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും മത്സരിക്കാനുള്ള ധൈര്യം ആർക്കാണോ ഉള്ളത്? എന്താടാ നിനക്ക് വേണോ? സോറി സർക്കാരെ, ഈ ടെൻഡർ കനക ചേച്ചിക്കുള്ളതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാ. ഓഫീസറെ, ഈ കാര്യം ആദ്യം ഞങ്ങളോട് പറയാറുന്നില്ലേ? സോറി സർക്കാരെ. എടാ വേണ, ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ടെൻഡർ വേറെ ആർക്കും കിട്ടരുത്, മനസ്സിലായല്ലോ? എന്താടാ വീരാസ്വാമി, ഇത് നിന്റെ ഏരിയ ആണോ? ഡൗട്ടുണ്ടാ? ഇതാരാണെന്ന് നിനക്കറിയോ? സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്കയിലുള്ള പോർട്ടെല്ലാം ഇദ്ദേഹത്തിന്റെയാ. ഈ സമുദ്രത്തിന്റെ രാജാവാണ് ഇയാള്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സീ കിങ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്, അറിയോ? വീരാസ്വാമി സാർ, നീ പറഞ്ഞ കനകത്തിന്റെ പട്ടികൾ ഉമ്മാരാണ്? അതെ സാർ, ഇവര് തന്നെയാ. എടാ, കരയിൽ വേണമെങ്കിൽ നിന്റെ ചേച്ചി ക്വീൻ ആയിരിക്കാം, പക്ഷെ സമുദ്രത്തിൽ ഞാനാണ് കിങ്. ആര് വിചാരിച്ചാലും വന്ന് ചെയ്യാനിത് റൗഡിസം ഒന്നും അല്ലടാ, ബിസിനസ്. കയ്യെഴുത്ത് പോലും ഇടാൻ അറിയാത്ത ബാച്ചുകൾക്ക് വേണ്ടിയൊന്നുമില്ല, കയ്യെഴുത്തിടാൻ അറിയുന്ന ആൾക്കാർ വേണം ഇവിടെ. എന്റെ ചേച്ചിക്കെതിരെ നിന്ന ഒരുത്തനും ഇതുവരെ എവിടെ ജീവനോടെ പോയിട്ടില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. സമുദ്രത്തിനെതിരായി വരാൻ പാടില്ലെന്ന് പറഞ്ഞേക്കും. വന്നാ പിന്നെ മുങ്ങിച്ചാകേണ്ടി വരും. ചാരായം കാച്ചുന്നവർക്ക് പോർട്ടിൽ എന്താടാ പണി? ഈ പോർട്ട് എന്റെ ആണെന്ന് നിന്റെ ചേച്ചിയോട് പോയി പറയടാ. അവൻ പുള്ളിപ്പുലിയെ കണ്ടിട്ടുണ്ടാവും, ചീറ്റപ്പുലിയെയും കണ്ടിട്ടുണ്ടാവും. ഞാൻ സാരി ഉടുത്ത സിംഹിണിയാടാ. ഞാൻ വേട്ടയാടിയ എന്തായിരിക്കും